LPHT റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരക്കാർക്കൊപ്പം നിരാഹാരമിരിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ST മോർച്ച നേതാക്കൾക്കൊപ്പവും സമരവേദി സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. സമരപ്പന്തലിൽ നിന്നും MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ് LPHT റാങ്ക് ഹോൾഡേഴ്സ്. അവരുടെ നിരാഹാര സമരം 6ാം ദിവസം ഇന്ന് എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് BJP ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും നേതാക്കളും ഇവിടെ സന്ദർശനം നടത്തുന്നത്. നിരാഹാര സമരമിരിക്കുന്ന വളർമതിയുമായി സംസാരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്യുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം വന്നിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ആ വിഷയത്തിലടക്കമുള്ള വിശദാംശങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തീർത്തും കണ്ണടയ്ക്കുന്ന ഒരു മനോഭാവമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം നിരാഹാര സമരം അടക്കം കിടക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളടക്കം ഉണർന്ന് പ്രവർത്തിക്കാത്തതിനാൽ തന്നെ യുവത്വത്തിനോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്നാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. മറ്റ് വിഷയങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ മാത്രം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഈ സമരപ്പന്തലുകളിൽ സന്ദർശനം നടത്തിയിരുന്ന വ്യക്തിയാണ് VD സതീശൻ. പക്ഷേ അധികാരത്തിലേറിയപ്പോൾ മറ്റൊരു ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നു. നോക്കൂ, അതുമാത്രമല്ല, ഇപ്പോൾ വേലി തന്നെ വിളവതില്ലെന്ന ഒരു കാര്യമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട്. PSCയുടെ ചെയർമാൻ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള അഴിമതിക്കെല്ലാം കൂട്ടുനിന്നിട്ടുള്ളത്. അതേ PSCയുടെ ചെയർമാൻ അഴിമതിക്ക് കൂട്ടുനിന്നപ്പോഴാണ് VD സതീശൻ ഇങ്ങോട്ട് വരാതെ പോലെ ഇരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴത്തേക്ക് സമരക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സതീശൻ തന്നെ ഇപ്പോൾ ഒരു കത്ത് കൊടുത്തു വിട്ടിരിക്കുകയാണ്. ആ കത്ത് കൊടുത്തു വിട്ടിട്ട് ഇപ്പോൾ ഒരു നിരാഹാരം കടന്നുകൊണ്ടിരിക്കുന്നു. 2 മാസത്തിന് ശേഷം പരിശോധിക്കാമെന്ന്. അപ്പോൾ 2 മാസത്തേക്ക് ഈ സമരക്കാരെന്താ ചെയ്യേണ്ടത്? അതും ഈ കോരി ചൊരിയുന്ന മഴയത്ത് എന്താ ചെയ്യേണ്ടത്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നും നിലവിലെ മുഖ്യമന്ത്രി സതീശൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരള PSC എന്ന് പറയുന്ന വെള്ളാനയാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള 21 പേരുണ്ട്. ചെയർമാൻ അടക്കം 21 പേരാണ് കേരള PSCക്കുള്ളത്. ഉത്തർപ്രദേശിലെ PSCക്കുള്ളത് വെറും 9 പേരാണ്. 8+1 9 പേരേ ഉള്ളൂ. UPSCക്കുള്ളത് 11 പേരേ ഉള്ളൂ. UPSCയിൽ 11 അംഗങ്ങളുള്ളപ്പോൾ കേരള PSCക്ക് 21 അംഗങ്ങളാണ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ശമ്പളം PSC ചെയർമാൻ്റെ ശമ്പളം എല്ലാം കൂടെ കൂട്ടി ഏകദേശം DA എല്ലാം കൂടെ കൂട്ടി ബേസിക് ശമ്പളം എല്ലാം കൂട്ടി 4 ലക്ഷത്തോളം വരും. UPSC അംഗങ്ങൾക്ക് പോലും അത്രയും ഇല്ല. അപ്പോൾ ഈ വെള്ളാന എന്ന് പറയുന്ന PSCനെ ഉപയോഗിച്ച് ഇവിടുത്തെ LDFും UDFും അവരുടെ ആളുകളെ കുത്തിക്കയറ്റി ഇതുപോലുള്ള സാധാരണക്കാരായുള്ള ചെറുപ്പക്കാരെ, അതും അധ്യാപകരാവേണ്ടതാണ്, LP സ്കൂളുകളിൽ അധ്യാപകരാവേണ്ട സാധാരണക്കാരായുള്ള ചെറുപ്പക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് 2 സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഞങ്ങൾ ഈ സമരക്കാരോടൊപ്പം പൂർണ്ണമായിട്ട് സമരക്കാരോടൊപ്പമാണ് ഉള്ളത്. ഇപ്പോൾ സമരക്കാർ പറഞ്ഞ പോലെ ഇത് അവസാന സമരമായിരിക്കണം. ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ PSC വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവസാന സമരമായിരിക്കണം. ഞങ്ങൾ വളരെ അഗ്രസീവായിട്ടുള്ള സമരങ്ങളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ അധ്യാപകരാവേണ്ടവരെ, നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ആളുകളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം കിടത്തുക എന്ന് പറയുന്നത് VD സതീശൻ കാണിക്കുന്ന ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് വിളിക്കാമായിരുന്നു. ഒരു ബ്യൂറോക്രാറ്റിനെ പറഞ്ഞിട്ട്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ടിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ആ കത്തിൻ്റെ അതിൻ്റെ സാങ്കത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ലെറ്റർ കൊടുത്തു വിടുന്നു, ഒരു ഉദ്യോഗസ്ഥനെ കൊടുത്തു വിടുന്നു. അതിൻ്റെ കണ്ടന്റ് എന്താ? 2 മാസം കൂടുമ്പോൾ പരിശോധിക്കാം. ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും മാന്യതയുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവരെ നേരിട്ട് വിളിക്കണം, സംസാരിക്കണം, എന്താണ് പ്രശ്നമെന്ന് പഠിക്കണം, പറയണം. അതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് യുവജന വഞ്ചനയാണ്. യുവജനം മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തോടുള്ള വഞ്ചനയാണ്. അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് BJP മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. തീർച്ചയായും ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ യുവമോർച്ച നേതാക്കളും വ്യക്തമാക്കുന്നത്. ഈ കണ്ണടയ്ക്കുന്ന നിലപാട്, അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കണ്ണടയ്ക്കുന്ന നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നിരാഹാര സമരം അവർക്കൊപ്പം ഇവിടെ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒപ്പം ഇരിക്കുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കടുത്ത സമരങ്ങൾക്ക് തന്നെയായിരിക്കും തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുക. ക്യാമറമാൻ മനോജിനോടൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.